വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊച്ചിയിൽ നടി ഭാവനയെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതായി പരാതി. ഒരാളെ അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യയാണ് ഒരു സംഘം ആളുകൾ നടിയുടെ കാറിൽ അതിക്രമിച്ചു കയറിയത്. കൊരട്ടി സ്വദേശി മാർട്ടിൻ എന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശി സുനിലാണ് മുഖ്യപ്രതിയെന്ന് പോലീസ് വിശദീകരിക്കുന്നു. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ്, ലിഷോയ്, ഒപ്പം തന്നെ ബിനിൽ എന്നിവർ ചേരുന്നു. ആദ്യം പ്രദീപിലേക്ക്. പ്രദീപ്, എന്താണ് സംഭവം? എപ്പോഴായിരുന്നു ഈ അക്രമം നടന്നത്? ഇക്കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് സംഭവം ഉണ്ടായത്. ഒരു ഷൂട്ടിങ്ങിന് ശേഷമാണ് എന്ന് പറയുന്നു. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കാറിൽ വരികയായിരുന്നു നടി ഭാവന. കാർ അങ്കമാലിക്ക് സമീപം അത്താണിയിൽ എത്തിയപ്പോൾ മറ്റൊരു വാഹനം ഭാവനയുടെ കാറിന് മുന്നിൽ കൊണ്ടുവന്ന് വിലങ്ങിയിട്ട ശേഷം കാറിലേക്ക് രണ്ടുപേർ ഇരച്ചു കയറുന്നു. അവർ ഭാവനയുടെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി എറണാകുളം പാലാരിമട്ടം വരെ യാത്ര തുടരുന്നു. ഇതിനിടയിൽ ഭാവനയെ അപമാനിക്കാൻ ശ്രമിച്ചു. കൂടാതെ ചിത്രങ്ങൾ എടുത്തതായും പറയപ്പെടുന്നു. പാലാരിമട്ടത്ത് എത്തിയപ്പോൾ മറ്റൊരു വാഹനം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ ഈ വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം നടി ഭാവന പ്രമുഖ സംവിധായകനെ വിളിച്ച് അഭയം തേടുകയായിരുന്നു. ഇന്ന് പുലർച്ചെ പോലീസിൽ പരാതി നൽകി. പോലീസ് മൊഴിയെടുത്തു. അതിനുശേഷം കേസ് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറിയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. മാത്രമല്ല, സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി രാത്രിയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇവ വൈകാതെ മാധ്യമങ്ങളിൽ ലഭിക്കാനിടയുണ്ട്. കാരണം പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് ഊർജിതമായ തെരച്ചിലാണ് നടത്തുന്നത്. സംഭവത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. ഭാവനയുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊരട്ടി സ്വദേശിയായ മാർട്ടിനാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലുള്ളത്. സംഭവത്തിന്റെ സൂത്രധാരൻ പെരുമ്പാവൂർ സ്വദേശിയായ സുനിൽ എന്നുള്ളയാളാണ് എന്ന് പറയപ്പെടുന്നു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, വ്യക്തിപരമായ കാര്യങ്ങളാണോ, എന്താണ് സംഭവത്തിന് പിന്നിൽ എന്നറിയില്ല. എന്തായിരുന്നാലും വളരെ ആസൂത്രിതമായി നടത്തിയ ഒന്നാണ് ഭാവനയെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ അപമാനിക്കുകയും ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ബിനിൽ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഇയാളാണ് മുഖ്യപ്രതി എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ബിനിൽ, സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ വിശദീകരണം എന്താണ്? ആരൊക്കെയാണ് അക്രമി സംഗമത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പെരുമ്പാവൂർ സ്വദേശിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ? ബിനിൽ ഉടൻ തന്നെ വിവരങ്ങൾ നൽകും. പ്രദീപ്, മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇയാളാണ് ഈ അക്രമത്തിന് ചുക്കാൻ പിടിച്ചതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇയാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസുകൾ നിലനിൽക്കുന്നതായി അറിയുമോ? ദിവിഷ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവായില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഭാവന സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ ഡ്രൈവർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് താനും. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി സംഭവത്തിന്റെ വ്യക്തമായൊരു ചിത്രം വൈകാതെ തന്നെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് ബിനിലുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങൾ നൽകാൻ. ബിനിൽ, മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ പിടിയിലായിട്ടുണ്ട്. എന്താണ് പോലീസ് ഇതിനെക്കുറിച്ച് നൽകുന്ന വിവരം? എത്ര പേർ ഉണ്ടായിരുന്നു സംഘത്തിൽ എന്ന വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. എറണാകുളത്തിന്റെ വടക്കേ അറ്റമായ അത്താണി ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കായിരുന്നു നടി ഭാവന കാറിൽ വന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് മറ്റൊരു വാഹനം കൊണ്ടുവന്ന ഈ കാറിൽ തട്ടുകയും ഇതിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുകയും ഇതിനിടയിൽ 2 പേർ ഈ കാറിലേക്ക് പ്രവേശിക്കുകയും ബലമായി ഭാവനയുടെ വാഹനം എറണാകുളം ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. എറണാകുളത്ത് പാലാരിവട്ടത്തെത്തിയ ശേഷമാണ് ഈ ഭാവന സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്ന വ്യക്തിയെ ഇവർ പിന്തുടരുന്ന മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയ ശേഷം ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ ഈ വണ്ടി എടുക്കുകയും പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനിടയിൽ വെച്ചാണ് നടിയെ കടന്നാക്രമിക്കുകയും അവരുടെ അർത്ഥനഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തതായി പരാതി ഉയർന്നിരിക്കുന്നത്. പിന്നീട് ഇവർ വാഴക്കാലയിലുള്ള ഒരു സംവിധായകന്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭാവനയിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ വാഹനം ഓടിച്ചിരുന്ന കൊരട്ടി സ്വദേശി മാർട്ടിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഈ ഘട്ടത്തിലാണ് അതിന്റെ പിന്നിലെ ആസൂത്രണം പോലീസിന് വ്യക്തമായത്. മാർട്ടിന് ഈ സംഭവത്തിൽ ബന്ധമുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്ന് മാർട്ടിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ പെരുമ്പാവൂർ സ്വദേശി സുനിലാണ്. ഇയാൾ സിനിമാ മേഖലയിൽ നിരവധി പേരുടെ വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തിയാണ്. ഒരു പ്രമുഖ സംവിധായകന്റെ അടക്കമുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. പിടിച്ചുപറി, മോഷണം അടക്കമുള്ള നിരവധി കേസുകൾ പെരുമ്പാവൂർ സ്വദേശിയായ നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണിക്കുന്ന സുനിലിനെതിരെയുണ്ട്. ഇയാളെ പോലീസ് തിരഞ്ഞു വരികയാണ്. സുനിലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എറണാകുളം റൂറൽ പോലീസിനെ അറിയിക്കണമെന്ന്
റൂറൽ പോലീസ് മേധാവി നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ പിടികൂടുന്നതോടുകൂടി മാത്രമേ ഈ സംഭവത്തിന്റെ പൂർണ്ണമായ രൂപം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഇതിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് എന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഭാവനയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംഭവങ്ങൾ മൊത്തം നടന്നിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഗുണ്ടാ സംഘങ്ങൾക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പ്രധാന പ്രതിയായിട്ടുള്ള സുനിലിനെ പിടികൂടുന്നതോടുകൂടി മാത്രമേ ഇതിനു മുകളിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീക്കെതിരെ അപമര്യാദയായ രീതിയിൽ പെരുമാറുക, നഗ്നചിത്രങ്ങൾ പകർത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം വളരെ ഗുരുതര സ്വഭാവമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുമ്പോൾ നടിയുടെ വാഹനം ഓടിച്ചിരുന്ന കൊരട്ടി സ്വദേശി മാർട്ടിനെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കേസിലെ മുഖ്യ പ്രതിയായ സുനിലാണ് പിടികൂടാനുള്ളത്. ഇയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ മൊത്തം സൂത്രധാരൻ സുനിലാണ്. ഈ സുനിൽ നേരത്തെ ഈ നടിയുടേതടക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവറായി പോയിരുന്നു. ഈ സുനിൽ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഡ്രൈവറുമായിട്ടാണ് നടി തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവർ എല്ലാവരും കൂടി ആസൂത്രണം ചെയ്ത ഒരു സംഭവമാണ് ഇതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. സുനിലും മാർട്ടിനും മറ്റു ചിലരും ചേർന്നാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാർട്ടിൻ മാത്രമാണ് പിടിയിലായിരിക്കുന്നത്. ഇനി സുനിലിനെ കൂടി പിടികൂടുമ്പോൾ മാത്രമായിരിക്കും ഇതിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമാകുക. ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്.